ജബൽപൂരിലെ വളരെ കിരാതമായിട്ടുള്ള ഒരാക്രമണം ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ അവിടെ ഓടിയെത്തുകയും ആക്രമണത്തെ ഭയക്കാതെ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും പിന്നീട് ആക്രമണത്തിന് വിധേയനാവുകയും ചെയ്ത പ്രിയപ്പെട്ട വികാരി ജനറൽ കൂടിയായിട്ടുള്ള ഫാദർ ഡേവിസ് ജോർജിൻ്റെ വസതിയിൽ ഇന്ന് രാവിലെ എത്തി അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ കാണുക എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. സംഭവം ഉണ്ടായ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടെ ഗവൺമെൻറ്റുമായിട്ട് അന്വേഷണം നടത്തുകയും അവിടുത്തെ ഉന്നതരുമായിട്ട് ആ കാര്യത്തിൽ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. സംസ്ഥാന ഗവൺമെൻറ് എന്ന നിലയിൽ മുഖ്യമന്ത്രിയും നിലവിലുള്ള സ്ഥലത്ത് നിന്ന് തന്നെ പാർട്ടി സമ്മേളനത്തിനിടയിൽ അദ്ദേഹം നേരിട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇടപെടുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ബഹുമാനപ്പെട്ട ഫാദറുമായിട്ട് നേരിട്ട് സംസാരിക്കാനും ഇടയായി, വീഡിയോ കോളിലൂടെ. അദ്ദേഹം അവിടെ നമ്മളെല്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന പിന്തുണയ്ക്ക് മലയാളികളോടെല്ലാം സന്തോഷപൂർവ്വം നന്ദി മന്ത്രി എന്ന നിലയിൽ എന്നെ അറിയിക്കുകയും നിങ്ങളോടെല്ലാവരോടും ആ കാര്യങ്ങൾ അറിയിക്കണം എന്ന വിധത്തിൽ ഞങ്ങളോട് ആ കാര്യം പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ ഫോണിൽ നിന്ന് അദ്ദേഹത്തെ വിളിച്ച് ബഹുമാനപ്പെട്ട MLAയും കൗൺസിലറും ഉൾപ്പെടെയുള്ള ഞങ്ങളെല്ലാവരും സംസാരിക്കുകയുണ്ടായി. ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള സംഭവങ്ങളാണ് കേരളം ഇന്ത്യയുടെ മുമ്പിൽ കാണുന്നത്. കേരളം വളരെ വിശാലമായിട്ടുള്ള ആശയവും മതനിരപേക്ഷവും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംസ്ഥാനമാണെന്ന് നമുക്കറിയാം. ഇവിടെ ഒരു വിധത്തിലുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും വെച്ചു പൊറുപ്പിക്കാൻ അനുവദിക്കാത്ത വിധം മലയാളിയുടെ ഗവൺമെൻറ് മാത്രമല്ല മലയാളിയുടെ ഒരു മനസ്സ് ആ വിധത്തിലുണ്ട്. ഇപ്പോൾ നമ്മൾ വിശുദ്ധമായിട്ടുള്ള റമദാൻ കഴിഞ്ഞേ ഉള്ളൂ. റമദാൻ്റെ ഭാഗമായിട്ടുള്ള നോമ്പ് തുറകളിൽ വ്രതാനുഷ്ഠാനത്തോടെ വരുന്ന മനുഷ്യരുടെ ഒപ്പം ജാതിയോ മതമോ രാഷ്ട്രീയമോ ഇല്ലാതെ നമ്മളെല്ലാവരും നോമ്പ് തുറകളിൽ പങ്കെടുത്തുകൊണ്ട് ഒരു മതത്തിൻ്റെ മാത്രം ആഘോഷമല്ല അത് എന്ന വിധത്തിൽ ആ പുണ്യത്തിനോടൊപ്പം നിന്ന അനുഭവം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈദ്ഗാഹകളിലൊക്കെ ഞങ്ങളെല്ലാവരും ഉൾപ്പെടെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എത്തിച്ചേർന്നത് മതനിരപേക്ഷ മനസ്സാക്ഷിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലാണ്. തുടർന്നിപ്പോൾ 50 നോമ്പിൻ്റെ കാലമാണ്. ഇപ്പോൾ അവിടെ ജബൽപൂരിൽ 7 പള്ളികളിൽ തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് പോയവരാണ് ബജ്രംഗ് ദളിൻ്റെ ആക്രമണത്തിന് വിധേയമായി മാറിയത്. ഇവിടെ 14 പള്ളികളിൽ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പള്ളികൾ ഇടവകകളൊക്കെ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ഒരിടത്തും ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണത്തിന് വിധേയമാകുന്ന അനുഭവമില്ല. ഇപ്പം നമുക്കറിയാം, ഇനി പെസഹ വ്യാഴത്തിൻ്റെയും ദുഃഖവെള്ളിയുടെയും ഈസ്റ്ററിൻ്റെയും ഒക്കെ ദിവസങ്ങളിലേക്ക് പോകുകയാണ്. ദുഃഖവെള്ളി ദിവസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാട്ടിലെ പ്രദക്ഷിണങ്ങൾ ഇപ്പോൾ അതിന് മുന്നോടിയായിട്ട് 50 നോമ്പിൻ്റെ ഇടയായി നടത്തിക്കൊണ്ടിരിക്കുന്ന കൊന്തയെത്തിക്കൽ, അതിൻ്റെ യാത്രകൾ ഒരിടത്തും ഏതെങ്കിലും വിധത്തിൽ അന്ന് ആരെങ്കിലും തടയില്ലെന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു പൊതു പ്രത്യേകത അനുസരിച്ച് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ കാലയളവിലാണ്. ദുഃഖവെള്ളിയാഴ്ച ഒരു കാരണവശാലും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരു രാഷ്ട്രീയ കക്ഷിയും മൈക്ക് ഉപയോഗിച്ചുള്ള പ്രചരണം നടത്തരുത് എന്ന് സ്വയം അച്ചടക്കത്തോടു കൂടി ഇടപെട്ടു. അതിൽ വിശ്വാസികളുണ്ടാകാം, അല്ലാത്തവരുണ്ടാകാം, നിരീശ്വരവാദികളുണ്ടാകാം, എല്ലാവരും ഉണ്ടാകാം. പക്ഷേ അതൊരു പൊതു മതനിരപേക്ഷതയുടെ ഭാഗമെന്ന നിലയിൽ കഠിനമായിട്ടുള്ള തെരഞ്ഞെടുപ്പിൻ്റെ വേലിയേറ്റം നടക്കുമ്പോൾ ഒരു കക്ഷിയേക്കാൾ മുമ്പ് മറ്റൊരു കക്ഷിക്ക് എത്ര വാഹനങ്ങൾ ഇറക്കി ശബ്ദകോലാഹലത്തോടെ ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ സന്ദേശം അറിയിക്കാമെന്ന് ചിന്തിക്കുമ്പോഴും ദുഃഖവെള്ളിയാഴ്ച പൂർണ്ണമായിട്ടും ഒഴിവാക്കും. അന്ന് വൈകുന്നേരത്തെ പ്രദക്ഷിണം നടക്കുന്ന നേരത്ത് ആഹ്ലാദകരമായിട്ടുള്ള ഒരു സംഭവവും, അത് വലിയ ആഘോഷങ്ങൾ നടത്തേണ്ടവരാണെങ്കിൽ പോലും ഈ പ്രദക്ഷിണം നടക്കുന്നിടത്ത് നിന്ന് അത് മാറ്റും. മലയാളിയുടെ ഒരു പൊതു താല്പര്യമാണ്. റമദാനും വിഷുവും ഈസ്റ്ററും മലയാളി എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം ഇന്ത്യയുടെ മുമ്പിൽ കേരളത്തിന് വയ്ക്കാവുന്ന മതനിരപേക്ഷതയുടെ ഒരു പാഠപുസ്തകം വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും. എന്തൊരു ഭീകരമാണ്! ഇപ്പോൾ നമ്മൾ കരുതുന്ന പോലെയല്ല. ആൻറ്റി കൺവെർഷൻ ബില്ല്, മതപരിവർത്തനത്തിനെതിരായിട്ടുള്ള ബില്ലെന്ന പേരിൽ രൂപീകരിക്കപ്പെട്ട നിയമം ഉൾപ്പെടെ യഥാർത്ഥത്തിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു വിഭാഗത്തിൻ്റെ പരാതി പോലും ഇല്ലാതെ തന്നെ സുമോട്ടോ നേരിട്ട് ഏതെങ്കിലും വിധത്തിൽ എഴുതി തയ്യാറാക്കിയ ഒരു പരാതി പോലും ഇല്ലാതെ കേസെടുക്കാനും ബന്ധപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാനും അനുവാദം കൊടുക്കുന്ന നിയമങ്ങൾ ഉൾപ്പെടെ വരികയാണ്. നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത്? കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ഏതാണ്ട് 700-ലേറെ ആക്രമണങ്ങൾ പള്ളികൾക്ക് നേരെ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെ നടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
താഴത്ത് അനാവശ്യമായിട്ടുള്ള ഒരു അരാജകത്വമോ ഭീതിയോ സൃഷ്ടിക്കാൻ വിധത്തിലുള്ള സംഭവങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഈ പിന്നെ ഫാദർ തന്നെ ഇപ്പോൾ നമ്മുടെ വികാരി ജനറലായി പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ തന്നെ ആ പ്രവർത്തനങ്ങളിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അവർ പണിത മണ്ഡലയിലെ പള്ളി നേരത്തെ പൊളിച്ച അനുഭവമുണ്ട്. ഈ അച്ഛൻ നേതൃത്വം നൽകുമ്പോൾ ഈ ബഹുമാന്യനായിട്ടുള്ള ഫാദർ അവിടെ വികാരിയായിരിക്കുമ്പോൾ തങ്ങളുടെ വിശ്വാസികൾക്ക് വേണ്ടി മണ്ഡലയിൽ പണിത പള്ളി തന്നെ പൊളിച്ചുപോയ അനുഭവം അദ്ദേഹത്തിന് മുമ്പിലുണ്ടായിട്ടുണ്ട്. അദ്ദേഹം അതിനൊന്നും കുലുങ്ങിയിട്ടില്ല. കാരണം ഈ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലൊക്കെ മതന്യൂനപക്ഷങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ചുമതലയേറ്റു പോകുന്നവരുടെ മുമ്പിൽ അവരനുഭവിക്കേണ്ടി വരുന്ന ഭീകരത ചെറുതല്ല. അവിടെ പോയി നമ്മുടെ പ്രിയപ്പെട്ട ജെവിസ് ജോർജ് അച്ഛൻ ശ്രമിച്ചൊരു കാര്യം കേവലം മതപ്രചരണം മാത്രമല്ല, അവിടെ സ്കൂളുകൾ കോളേജുകൾ ഉൾപ്പെടെ ഒരു മേഖലയിലെ ആളുകളെ സാംസ്കാരികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന ആദരണീയനായിട്ടൊരു വികാരിയാണ് ഈ ആക്രമണത്തിന് വിധേയമാക്കിയിട്ടുള്ളത്. അപ്പം അതൊന്നും പൊറുക്കാനാവുന്ന ഒരു കാര്യമല്ല. ഞങ്ങളൊപ്പം ഉണ്ട് എന്ന് അദ്ദേഹത്തിനോട് ഞങ്ങൾ പറഞ്ഞു. ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് ആവശ്യമെങ്കിൽ വരാനും ഞങ്ങൾ തയ്യാറാണ് എന്ന് അദ്ദേഹത്തെ അറിയിച്ചു. സന്തോഷപൂർവ്വം അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ മറുപടി, ദൈവത്തിൻ്റെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉള്ളത് കൊണ്ടൊരു പ്രയാസവുമില്ല, നിങ്ങളുടെ പിന്തുണ കൂടുതൽ കരുത്ത് പകരാൻ ശ്രമിക്കുന്നു, ഞങ്ങൾക്ക് പിന്തുണയാകുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ വീഡിയോ കോളിലൂടെയാണെങ്കിലും കാണാൻ കഴിഞ്ഞതിൽ വളരെ ആശ്വാസം ഞങ്ങൾക്കുണ്ട്. അദ്ദേഹത്തിനും അക്കാര്യം ഉണ്ടാകും എന്നറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരനുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഭയരഹിതരായി തീർച്ചയായിട്ടും അവരുടെ വിശ്വാസമാർഗത്തിൽ മുന്നോട്ട് പോകാൻ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ആ വിധത്തിൽ നിലകൊള്ളും എന്ന പൊതുവികാരത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. ഒന്ന് കാണുക എന്നുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ വന്നതാണ്.